ചിക്കൻ ബിരിയാണി മേടിച്ചതാന്ന് പറഞ്ഞിട്ട് നീ എന്നെ പറ്റിച്ചു കളഞ്ഞില്ലടാ റാസ്കൽ. ഒന്നേമാനെ പറ്റിച്ചതല്ല. ഇണ്ടി പോവരുത്. അന്യായക്കാരൻ തന്ന 10 രൂപ പോലും ഞാൻ മറന്നു നിന്റെ ബിരിയാണിക്ക് വേണ്ടി. എന്നെ കൊണ്ട് നീ FIR മാറ്റി എഴുതിപ്പിച്ചു, പരമദ്രോഹി. എന്റെ സാറേ, ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ പാരീസ് ഹോട്ടലിന് മുമ്പിൽ വന്നിരുന്നു, സാറിനെ കണ്ടില്ല. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. പോലീസുകാർ തലച്ചോറുള്ളവരാ. ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ച തിരിഞ്ഞ് 3 മണി വരെ ഞാൻ പാരീസ് ഹോട്ടലിന് മുമ്പിൽ കാത്തുന്നതാ, തീ പാറണ വെയിലത്ത്. പറയുമ്പോ എനിക്ക് വേദനയുണ്ടടാ. ഡേ, ഇന്ന് പ്രായച്ചിത്തം ചെയ്യാതെ നിന്ന് ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. ഇന്ന് എനിക്ക് ബിരിയാണി മാത്രം പോരാ, വീട്ടിലേക്ക് ഒരു പാർസൽ വേണം. നടക്കണ പാരീസിലേക്ക്. ഇടയ്ക്കേ ഈ അച്ചാറും തൊട്ടുകൂട്ടിയില്ലെങ്കില് പെട്ടെന്ന് ബിരിയാണി മട്ടയ്ക്കും. ഇപ്പൊ ശരിയായി. കരയാമ്പൂ കരയാമ്പൂ. കോളിന്റെ വേഗത്തിൽ കൂടിയോ എനിക്കൊരു സംശയം. ഉമ്മറേ, പാഴ്സൽ റെഡിയോ? സാറേ, എടുത്തോണ്ടിരിക്കുക. എല്ലാം കൂടി എത്രയായി? 30 രൂപ. ഓ, ഇവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കൂല. ആരെ ഗുണം പിടിക്കാത്തന്നെ? അല്ല, ഈ ബിരിയാണിയുടെ ഗുണം സാറിന് അത്ര പിടിച്ചില്ല എന്ന് പറയായിരുന്നു. അതെ അതെ. നമ്മുടെ സാധനം എവിടെ? ആ, ഇത് ബിരിയാണി, ഇത് ഉഴുന്ന് വട. വട എത്ര ഉണ്ട്? 8 എണ്ണം. ഇല്ല സാറേ. എന്റെ ഭഗവാനെ, എന്ത് പറ്റി സാർ? 41ാം ചരമദിനം. മോഹൻദാസ് ശ്രീദേവി സ്നേഹസ്മരണകളോടെ മീര, മായ, മനു, മഞ്ജു. എന്താണ് ഈ കേൾക്കണത്? പിന്നെ സൈക്കിളോ? അപ്പൊ രാവിലെ എടുത്ത സൈക്കിളൊക്കെ അത് റോട്ടിൽ എവിടെങ്കിലും കാണും. റോഡിൽ എവിടെങ്കിലും മാറിക്കണോ? ആനക്കാര്യത്തിനല്ല ചേനക്കാര്യം. മനുഷ്യനെ സൈക്കിൾ എടുത്ത് കൊല്ലാൻ നോക്കുവാന്നോ? സൈക്കിൾ അല്ല, പാറ്റൻ ടാങ്ക് വന്നിടിച്ചാലും നീ ചാവില്ല ശാന്തേ. ദേ ഇത് കണ്ട, എന്റെ പെങ്ങള് ശ്രീദേവിയും ഭർത്താവും മോഹൻദാസും ചരമം പറഞ്ഞൊന്ന്. പത്രം വായിക്കാത്തതിന്റെ ദൂഷ്യം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ചാവടി യന്ത്രം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ ഒരുപാടായി. നോക്കട്ടെ. ഇത് എങ്ങനെ സംഭവിച്ചു? രണ്ടുപേരും ഒന്നിച്ചേത്തോ? വല്ലവരും തല്ലിക്കൊന്നതാവും, അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ചതോ കെട്ടിയതോ ആവും. എനിക്കിതൊന്നും അറിയാൻ പാടില്ലല്ലോ ശാന്തേ. നമ്മളെപ്പോലെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും അവർക്കില്ലല്ലോ. പട്ടിണിയുണ്ടോ, പണക്കുറവുണ്ടോ? കൊച്ചിയിൽ ഇഷ്ടം പോലെ കെട്ടിടങ്ങള്, ലോകം മുഴുവൻ ചെമ്മീൻ കയറ്റി വയ്ക്കാനുള്ള ഫാക്ടറി, പിന്നെ എസ്റ്റേറ്റ്, ഫിഷിംഗ് ബോട്ട്. എന്റെ പേടിപ്പ് അതൊന്നുമല്ല, ഈ സ്വത്തുക്കൾ മുഴുവൻ ആര് നോക്കി നടത്തുന്ന? അയ്യടാ, ഇപ്പൊ വായി വെള്ളം ഊറുന്നുണ്ടോ? ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. ആ ദരിദ്രവാസി ഇത്രയും വലിയ പണക്കാരനാവുന്ന ആരെങ്കിലും അറിഞ്ഞു എന്റെ ശാന്തേ? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല, ബുദ്ധിയില്ലാന്ന്. അത് കളാ. ഇനി നമ്മൾ വൈകൂടാ. എത്രയും വേഗം കൊച്ചിയിലെത്തണം. വല്ലവരും അവിടെ കയറി അധികാരം സ്ഥാപിക്കുന്നതിന് മുമ്പ്. മോഹൻദാസ് ജീവിച്ചിരുന്നപ്പോ കുറെ ശ്രമിച്ചതല്ലേ അവിടെ കയറി പറ്റാൻ? എന്നിട്ട് നടന്നോ? അന്ന് നടന്നില്ല. അതുകൊണ്ടാ മരിച്ചപ്പോ കയറി പറ്റാൻ ശ്രമിക്കുന്നത്. അതിനാ പിള്ളേര് നമ്മളെ പഠിക്കാത്ത കയറ്റിയല്ലേ? അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറും. നീ എന്റെ പിന്നാലെ നിന്നാ മതി. ഒന്നുമില്ലെങ്കിലും ഞാൻ അവരുടെ അമ്മാവനല്ലടി. അയ്യ, നല്ല കുമ്മാവൻ. നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. അച്ഛനോടും അമ്മയോടും നിങ്ങൾ ചെയ്ത ക്രൂരത മുഴുവനും അവര് പറഞ്ഞോളേ. അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങോട്ട് സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ തടസ്സം പറയല്ലേ എന്റെ ശാന്തേ. ഈ കാക്കി കയറിയിട്ട് കൊല്ലം എത്രയായി? വല്ലതും നേടിയോ? ഒരാൺവിത്തുള്ളത് ബോംബെ കിടന്ന് തെണ്ട, ഒരു മോളുള്ളത് അമ്മായിമ്മയുടെ ആട്ടും തൂപ്പും നീട്ട് നരയിക്കുക. എന്താണ് അമ്മായിമ്മയ്ക്ക് കുഴപ്പം? ഭാര്യ വീടിന് തിണ്ണനിറങ്ങുന്ന നീ എന്നെ തെറി വിളിക്കുക? അയ്യോ അമ്മേ, ഞാൻ അമ്മയെ പറഞ്ഞതല്ല അമ്മേ. മിണ്ടി പോകരുത് കരുതേ. മിണ്ടിയ നിന്നെ ഞാൻ ചൂലെടുത്തടിക്കും. ഈ വീടൊരു കൊട്ടാരം തന്നെയാണേ. ഭഗവാനെ രക്ഷിക്കണേ. വെയിറ്റിംഗ് ഉണ്ടോ സാർ? വെയിറ്റിംഗിൽ എത്താൻ വെക്കോ. 50 രൂപ. ഞാനൊരു SI ആണ്. SI KP അടിയോടി. ഞങ്ങൾ പോലീസുകാര് ടാക്സിയിലും ബസ്സിലും ഒക്കെ കയറിയാൽ സാധാരണ പണം കൊടുക്കാറില്ല. പക്ഷെ എനിക്ക് പണം വേണം. ഓഹോ, തന്റെ RC എവിടെ? ഡ്രൈവിംഗ് ലൈസൻസ് എവിടെ? ആ ട്രിപ്പ് ഷീറ്റ് എടുക്ക്. തന്നെ ഒരു കേസ് കൊടുക്കാൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ. ആ കാശ് അങ്ങോട്ട് കൊടുക്കുന്നേ. ഇന്നത്തെ ആളുകൾക്ക് പോലീസിന് പേടിക്കാൻ തോന്നാടി. ചാന്തേ, കാണുന്ന മാത്രമേ തന്നെ പിള്ളേരുടെ സ്നേഹം പിടിച്ചു പറ്റിയാലേ നമുക്ക് ഇവിടെ കാലുറപ്പിക്കാൻ പറ്റൂ. കെട്ടിപ്പിടുത്തം, വേണ്ടി വന്നൊരു പൊട്ടിക്കരച്ചില്, എന്തിനു നമ്മൾ തയ്യാറാവണം. പിള്ളേരുടെ പേരൊക്കെ ഒന്നത് പറഞ്ഞു. മൂത്തത് മീര, പിന്നെ മായ, മനു, മഞ്ജു എന്ന് പറഞ്ഞേ. മീര, മായ, മനു,
5. ഇനി കണ്ണൊന്ന് ചോപ്പിച്ച്. നമ്മൾ മരിച്ച വീട്ടിൽ ആദ്യമായിട്ട് വരല്ലേ? തോന്നു ഉപചൊന്നുണ്ട്. എന്നെ നോക്കി. ആ കണ്ണി വന്നിട്ടില്ല. ഇതാ കണ്ണടക്കല്ലേ? ഇപ്പൊ ശരിയായോ? വരത്തില്ല. ചെല്ലു ചെല്ലു. മോളത് പിടിച്ചേ, ഇപ്പൊ വരാം. എന്റെ പൊന്നുമോളെ, ഇത് നിങ്ങളുടെ സ്വന്തം അമ്മാവൻ SI KP അടിയോടി. ഈ നിൽക്കുന്നത് നിന്റെ സ്വന്തം അമ്മായി ശാന്ത. ഇത് ഞാൻ എങ്ങനെ അച്ഛനും അമ്മയും പോയെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഞങ്ങളുണ്ട് മക്കളെ. ഈ വാർത്ത കണ്ട അന്ന് മുതല് ഞാനൊരു പോളെ കണ്ണടച്ചിട്ടില്ല. നോക്കി കണ്ണു ശാന്ത മറ്റു കൊടുത്തു. അടിച്ച് കന്യാൻ പൊട്ടിക്കും. പട്ടാപ്പാല് വീട്ടിൽ കയറുന്ന സ്ത്രീകളെ പിടിക്കുന്നു. ചട്ടം, ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ. എന്നാ ഞാൻ ഈ കുട്ടിയുടെ അമ്മയാ. അമ്മയാ? ഇറങ്ങടാ വലിയ ഇറങ്ങാൻ. അയ്യോ, എന്തൊരു പിടുത്തോ പിടിച്ച എന്റെ അമ്മച്ചി. നിങ്ങളൊക്കെ ആരാ? ഞാൻ നിന്റെ തണ്ട. ഇത് തള്ളേ കുഞ്ഞമ്മേ. ആ വിട്ടത്തി കൊണ്ട് എടുക്കണ്ടി. മരിച്ച മോഹൻദാസിന്റെ ശ്രീദേവിയുടെ വീടല്ലേ ഇത്? ആണെങ്കിലോ? ശ്രീദേവിയുടെ ചേട്ടനാ ഇത്, സ്വന്തം ചേട്ടൻ. ഒരബദ്ധം പറ്റിപ്പോയതിന് താൻ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു. ഞാൻ ആരാണെന്നറിയോ? KP അടിയോടി. SI. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ അനാഥരാക്കിയിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും പോയി കളഞ്ഞല്ലോ. പക്ഷെ ഇനി നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്. എന്റെ പൊന്നുമോളെ, ആരെങ്കിലും കെട്ടിപ്പിടിച്ച അടങ്ങുമെങ്കിൽ എന്നെ പിടിച്ചോളൂ. രണ്ടാളും. ആ കുട്ടികളെ ഡ്രസ് ചീത്തയാവും. അതുകൊണ്ടാ. ഏത് ഡ്രസ്സിനേക്കാളും വലുതാണോ രക്തബന്ധം? അങ്കിൾ എപ്പോ വന്നു? ഓ ശാന്തേ, ആ സ്നേഹം കണ്ടു. അധികം നേരം ആയിട്ടില്ല മോളെ. മരണവിവരം ഞങ്ങൾ അറിയിക്കാത്തതിൽ ഞങ്ങൾക്കൊരു ദേഷ്യമില്ല. നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ. പക്ഷെ ഇവിടെ വന്ന് കയറിയതും ഇവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. നമ്മുടെ വീട്ടിലെ വെറും ഒരു ശമ്പളക്കാരനല്ലേ ഇവൻ. ഇവൻ ഇത്ര അധികാരം കൊടുത്തതാരാ? ആളറിയാതെയല്ലേ അങ്കിൾ. ഞങ്ങൾ പോലും അങ്കിളിനെ കാണുന്നത് ഇപ്പോഴല്ലേ. അത് നേരാ. എന്റെ കയ്യിൽ നിന്ന് ഈ വീടിന്റെ അഡ്രസ് എങ്ങനെയോ കളഞ്ഞുപോയി. അതുകൊണ്ടാ ഇതുവരെ വരാതിരുന്നത്. ഇവിടുത്തെ സ്വത്ത് മോഹിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ വന്നത്. അങ്ങനാരും പറഞ്ഞില്ലല്ലോ. ഉള്ളിലിരിപ്പ് പുറത്തു പറഞ്ഞു പോയതാ. ഞങ്ങൾക്ക് ചെമ്മീൻ കമ്പനിയും വേണ്ട, എസ്റ്റേറ്റും വേണ്ട. ഒന്നും വേണ്ട. ഞാനൊരു SI യാ. ഇവിടം വരെ വരിക, നിങ്ങളെ കാണുക, ആശ്വസിപ്പിക്കുക, തിരിച്ചു പോവുക. അമ്മാവനും അമ്മായിയും ഓട്ടെ മക്കളെ. എന്നാ പൊന്നുസ്റ്റേട്ടാ, രണ്ടാളും കാറി കയറ്റി ബസ് സ്റ്റാൻഡിൽ വിട്ടോളൂ. ഓ ഞാൻ പോവല്ലേ, താമസിക്കണ്ട. എന്നാ പെട്ടെടുത്ത് ശാന്തേ.